തന്നെയാണ് കഴിച്ചതെന്ന് എനിക്ക് പറയാനുണ്ട്. അത്രയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വേറൊരു കടയിൽ കയറിയിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് ബാലൻസ് ചെയ്യേണ്ടി, അങ്ങനെ ഞാൻ കുറച്ചും കൂടെ സ്വീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ബസ്സിൽ കയറി പോയിട്ടോ. അപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് ഞങ്ങൾക്ക് നിർത്തും. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ യാത്രയായി. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഹോസ്റ്റലിലെത്തി. സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഞാനും റിച്ചു ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പൈസയ്ക്ക് മുടക്കി ഒരുപാട് ദൂരം തടി പൈസേനെ അതിന് മുടക്കണമല്ലോ. ഉദ്ദേശിച്ചത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന ആൾക്കാരാണ് ഞാനും റിച്ചും. എനിക്ക് പറ്റിയ ഫുഡാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മെസ്സിൽ കയറി കേട്ടോ. ഞങ്ങൾ മെസ്സിൽ കയറി അവിടെ നിന്ന് എന്താ ഇന്ന് കഴിക്കാനെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി കയറിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് വാഴയ്ക്കപ്പം എടുത്ത് ഞങ്ങൾ പിന്നെ തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ട് വാഴയ്ക്കപ്പം ഞാൻ അപ്പം തന്നെ കഴിച്ചു. റിച്ചു ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേറെ അതായത് എനിക്ക് എത്ര കഴിച്ചാലും മതിയായിട്ടില്ല. ഫുഡ് മാത്രം കഴിച്ചാൽ മതി. ഫുഡ് കഴിക്കുന്ന സമയത്ത് ആരും ക്ഷീണിപ്പില്ലാതിരുന്നാൽ മതി. ഞാൻ വണ്ണം വെച്ചു എന്നൊന്നും പറയാതിരുന്നാൽ മതി. എന്നാലും ഞാൻ കഴിക്കും. ഞാൻ കഴിക്കും. പിന്നെ ഫുഡ് കഴിച്ച് വാഴയ്ക്കപ്പം കഴിച്ചിട്ട് റൂമിലേക്ക് പോയി. ഓക്കെ, അങ്ങനെ ഫൈനലി റൂമിലെത്തി. ആ മിഠായിയും കൂടെ കഴിച്ചു. അപ്പോൾ എനിക്ക് സമാധാനമായി. മിഠായിയും കൂടെ കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങിയെന്ന് തോന്നുന്നു. ബിക്കോസ് ബാക്കി ക്ഷീണം മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് എനിക്ക് എന്ത് കിട്ടിയാലും എന്തെങ്കിലും കഴിച്ചങ്ങ് തീർക്കണം. അപ്പോൾ പിന്നെ മിഠായിയും കഴിച്ചിട്ട് കിടന്നത് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.